അജ്ഞതയുടെ ഗുണത്തിൻ്റെ ചുമതലക്കാരനായ ഭഗവാൻ ശിവൻ എല്ലാ ജീവജാലങ്ങളും മിഥ്യാഹങ്കാരത്തിൻ്റെ അധിപനുമാണ്. അതിനാൽ ഭഗവാൻ ശിവൻ്റെ കാരുണ്യത്താലാണ് ഒരാൾക്കൊടുവിൽ മിഥ്യാഹങ്കാരത്തിൻ്റെ പിടിയിൽ നിന്നും മോചനം നേടാനും പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പാദകമലത്തിൽ സ്ഥിരമായ അഭയം നേടാനും കഴിയുന്നത്. ഭഗവാൻ ശിവൻ്റെ വിവിധ ഗുണങ്ങളായ കഴുത്തിലെ പാമ്പ്, ത്രിശൂലം, ഡമരു, നീലനിറം തുടങ്ങിയ ഗുണങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് എഴുത്തുകാരൻ തൻ്റേതായ രീതിയിൽ വിവരിച്ച ഒരു വാചകം വായിച്ചപ്പോൾ ഞാൻ പരിഭ്രാന്തനായി. ആധികാരികമായ ഗ്രന്ഥങ്ങളിൽ നിന്നും ഈ അത്ഭുതമായ ഭഗവാനെക്കുറിച്ച് പഠിച്ചപ്പോൾ ആ ലേഖനം എഴുതിയ മാന്യൻ ശിവൻ യഥാർത്ഥത്തിൽ ആരാണെന്നറിയാതെ വളരെയധികം ആശയക്കുഴപ്പത്തിലാണെന്ന് എനിക്ക് വ്യക്തമായി കാണാൻ കഴിഞ്ഞു. ദൈവത്തെയും ദൈവങ്ങളെയും അറിയാമെന്ന് അവകാശപ്പെടുന്ന ഇന്ത്യയിൽ ശിവനെക്കുറിച്ച് കാര്യമായ തെറ്റിദ്ധാരണയുണ്ട്. സന്യാസിമാരോ ആത്മീയ നേതാക്കളോ എന്ന് അവകാശപ്പെടുന്നവർ പോലും ശിവൻ എന്നത് ബോധത്തിൻ്റെ ഒരു ശുദ്ധീകരിക്കപ്പെട്ട ഘട്ടം മാത്രമാണെന്നും നമുക്കെല്ലാവർക്കും ശിവന്മാരാകാമെന്നും ഒരു ദിവസം നാം ശിവനിൽ ലയിക്കുമെന്നും അസ്തിത്വം ഇല്ലാതാകുകയും ചെയ്യുമെന്നും പറയുന്നു. വളരെ ഭയാനകം. അതായത് അവർ ശിവൻ്റെ വ്യക്തിത്വത്തെ പൂർണ്ണമായും അവഗണിക്കുന്നു. ശിവൻ ആരാണെന്നും എന്താണെന്നും വ്യക്തമാക്കേണ്ടത് അത്യാവശ്യമാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ ത്രിശൂലം കൈവശം വെച്ചിരിക്കുന്ന ആളാണോ? അദ്ദേഹം യഥാർത്ഥത്തിൽ ആ മാരകമായ വിഷം കഴിച്ചോ? ഹലഹല. ഗംഗാ നദി യഥാർത്ഥത്തിൽ തൻ്റെ പക്വമായ മുടിയുടെ മറവിൽ ഈ ഗ്രഹത്തേക്ക് ഇറങ്ങി വന്നതാണോ? അദ്ദേഹം ഇപ്പോഴും കൈലാസപർവ്വതത്തിൽ താമസിക്കുകയും നന്ദികാളയുടെ പുറത്ത് സവാരി നടത്തുകയും ചെയ്യുന്നുണ്ടോ? അത്തരം ഒരു വിവരണം നമുക്ക് എങ്ങനെ സത്യമായി അംഗീകരിക്കാൻ കഴിയും? ഈ ലേഖനം ഈ ചോദ്യവുമായി കൃത്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശിവൻ്റെ വ്യക്തിത്വത്തെ അറിയുന്നതും ഒരുപോലെ പ്രധാനമാണ് ശിവനെ മനസ്സിലാക്കുക എന്നത്. ഒരു ചെറിയ വിഷയമല്ലാത്തതിനാൽ അദ്ദേഹം ആരാണെന്നും അദ്ദേഹം വെറും ഭാവനയല്ലെന്നും കാണിക്കുന്ന ചില ആവശ്യ കാര്യങ്ങൾ മാത്രമേ ഞാനിവിടെ സ്പർശിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പ്രപഞ്ചകാര്യങ്ങളിൽ യഥാർത്ഥ ഗുണങ്ങളും ഉത്തരവാദിത്വവുമുള്ള ഒരു യഥാർത്ഥ വ്യക്തിയാണ് അദ്ദേഹം. ഉദാഹരണത്തിന് അദ്ദേഹം നിരവധി അചിന്തനീയമായ നേട്ടങ്ങൾ ചെയ്തിട്ടുണ്ട്. ഗംഗാ നദിയുടെ വ്യക്തിത്വം തൻ്റെ പ്രസക്തമായ ജടയിൽ അവളുടെ അതിശക്തമായ സ്വർഗീയ ജലത്തോടൊപ്പം ഇറക്കി ഭഗവാൻ വിഷ്ണുവിൻ്റെ താമരപ്പൂക്കളുടെ സ്പർശത്താൽ പവിത്രീകരിക്കപ്പെട്ടു. പ്രസിദ്ധമായ സമുദ്രമഥന സമയത്ത് സ്വർഗീയ സമുദ്രത്തിൽ നിന്നും ഉയർന്നു വന്ന ഹലാഹല വിഷം കഴിച്ചതും അദ്ദേഹമാണ്. മനുഷ്യേന്ദ്രിയങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയാത്ത ഒരു കാര്യം ശാസ്ത്രചക്ഷു വഴിയോ വേദങ്ങളുടെ കണ്ണുകളിലൂടെയോ അല്ലെങ്കിൽ സന്യാസിമാരിൽ നിന്നും കേട്ടോ കാണാതെ മനുഷ്യബുദ്ധിക്ക് ഗ്രഹിക്കാൻ കഴിയില്ലെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇക്കാരണത്താൽ അവരുടെ ആവശ്യാനുസരണം തെളിവ് കാണിക്കാൻ ശ്രമിക്കുന്നത് വ്യർത്ഥമായിരിക്കും. 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാളെ കലനം പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് ബുദ്ധിപരമല്ല. എന്നിരുന്നാലും 1-ഓ 2-ഓ അല്ല, ദശലക്ഷക്കണക്കിന് ആളുകൾ ലോകത്തിൽ എല്ലാവർക്കും അറിയാത്തതും കാണാത്തതുമായ യഥാർത്ഥങ്ങൾ ഉണ്ടെന്നും അത്തരം സത്യം ആവശ്യാനുസരണം നമ്മുടെ മനസ്സിൽ പ്രത്യക്ഷപ്പെടുത്തേണ്ടതില്ലെന്നും ഒരു തരി സംശയമില്ലാതെ അറിയാം. ഈ ലേഖനത്തിൽ പരാമർശിച്ചതുപോലെ ആധുനിക ആളുകളുടെ ബുദ്ധിമുട്ട് എന്തെന്നാൽ അവർ ദൈവത്തെക്കുറിച്ചും അവൻ്റെ വിവിധ അവതാരങ്ങളെക്കുറിച്ചും ഊർജ്ജങ്ങളെക്കുറിച്ചും ആശയക്കുഴപ്പത്തിലാണെന്ന് മാത്രമല്ല, ആത്മീയ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുള്ള അവരുടെ വീക്ഷണത്തെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരോ നിരാശയുള്ളവരോ ആണ്. അവരുടെ പരിമിതമായ ബുദ്ധിശക്തിയിൽ ചേരാത്ത എന്തും ഉപേക്ഷിക്കാൻ അവരെ പഠിപ്പിക്കുന്നു. അവർ നമ്മുടെ വേദപുരാണം എന്ന് വിളിക്കുന്നതിൽ അതിശയിക്കാനില്ല. നമ്മുടെ ഇന്ത്യൻ സുഹൃത്തുക്കൾ ഇന്ത്യ ഭരിച്ചതുമുള്ള ആളുകൾ അതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവരിൽ ഭൂരിഭാഗവും ഇപ്പോഴും സ്വാധീനത്തിൽ കഷ്ടപ്പെടുന്നു. മാ ദുർഗ എൻ്റെ ലേഖനത്തിൽ പരാമർശിച്ചതുപോലെ പുരാണങ്ങൾക്കപ്പുറം വേദചരിത്രത്തിലെ പുരാണങ്ങൾ എന്ന് വിളിക്കുന്നത് ഇന്നുവരെയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ പുരാണമാണ്. അതുപോലെ ദൈവത്തെക്കുറിച്ചും അവൻ്റെ ബഹുമുഖമായ ഊർജ്ജങ്ങളെക്കുറിച്ചും അറിയണമെങ്കിൽ നാം അവനിൽ നിന്നോ വേദഗ്രന്ഥങ്ങളിൽ നിന്നോ അവൻ നൽകിയ അറിവിൽ നിന്നോ കേൾക്കണം. നിർഭാഗ്യവശാൽ ദൈവത്തിൻ്റെയും അവൻ്റെ മാനേജ്മെൻറ്റ് ഘടനയും അറിയുമ്പോൾ ഇന്ന് നമ്മൾ കേട്ടതൊന്നുമെല്ലാം കെട്ടുകഥകളാണ്. ഇതിനു പുറമെ മതനേതാക്കൾ വിളിക്കപ്പെടുന്ന പലരും സ്വന്തം അഭിപ്രായങ്ങൾ പറയുകയും വേദഗ്രന്ഥത്തിൽ എവിടെയും കാണാത്ത തത്വചിന്തകൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ അസ്തിത്വവും വ്യക്തിത്വവും തൃപ്തികരമായി വിശദീകരിക്കാൻ കഴിയാത്തപ്പോൾ അവർ പറയുന്നത് ദൈവം ഒരു ആശയം മാത്രമാണ്, നാം എല്ലാം ദൈവങ്ങളാണ്, ആരും ദൈവമല്ല, എല്ലാം ദൈവമാണ്, അതെല്ലാം ആണെന്നുമാണ്. മാത്രമല്ല, സത്യം കാണാൻ വേദങ്ങൾ വായിച്ചാൽ മാത്രം പോരാ, അറിവ് ഒരു യഥാർത്ഥ ആത്മീയ ഗുരുവിലൂടെ ലഭിക്കണം. ഒരാൾ എന്തിനാണ് ഒരു ഗുരുവിനെ സ്വീകരിക്കേണ്ടതെന്നും ആരെങ്കിലും വാദിച്ച് അതിനുള്ള ഉത്തരം ദൈവം അറിയപ്പെടാൻ തിരഞ്ഞെടുക്കുന്ന അങ്ങനെ തന്നെയാണ്. അവൻ പൂർണ്ണമായും സ്വതന്ത്രനാണ്. അവൻ്റെ ഇഷ്ടപ്രകാരം മറ്റൊരു വഴി തിരഞ്ഞെടുക്കാനും കഴിയും. ഇന്ത്യക്കാരൻ സ്വാമിജി, ശിവൻ എന്നത് ദൈവത്തിൻ്റെ മറ്റൊരു പേരല്ലേ? പ്രഭാത്, അതെ, ശിവൻ ദൈവത്തിൻ്റെ അടുത്താണ്. തൈരിനെ പോലെ തന്നെ ദാഹി. നിങ്ങൾക്ക് ദാഹി അറിയാമോ? ഇത് എന്താണ് ദാഹി? പാൽ. പക്ഷേ അത് പാലല്ല. ദാഹി പാൽ അല്ലാതെ മറ്റൊന്നുമില്ല, പക്ഷേ അത് പാലല്ല. അതുപോലെ ഭഗവാൻ ശിവൻ വിഷ്ണു അല്ലാതെ മറ്റൊന്നുമില്ല, പക്ഷേ അത് വിഷ്ണു അല്ല. ഇപ്പോൾ അത് വ്യക്തമാണോ? നിങ്ങൾക്ക് പറയാൻ കഴിയും, ശരി, ദാഹി പാലല്ലാതെ മറ്റൊന്നുമല്ലാതെ, പക്ഷേ അത് പാലല്ല. പാലിന് പകരം നിങ്ങൾ ദഹി കഴിക്കുകയാണെങ്കിൽ ഫലം വ്യത്യസ്തമായിരിക്കും. നിങ്ങൾ
ദഹിക്ക് പകരം പാല് കഴിക്കുകയാണെങ്കിൽ അത് പാലും ദഹിയും ഒരേ വസ്തുക്കളാണെങ്കിലും ഒരേ ചേരുവകളാണെങ്കിലും അത് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ മനസ്സിലാക്കണം. ഭഗവാൻ ശിവൻ പരമാത്മാവിൽ നിന്നും വ്യത്യസ്തനാണ്. എല്ലാവരും പരമാത്മാവിൽ നിന്നും വ്യത്യസ്തരാണ്. പക്ഷേ അവൻ ഇപ്പോഴും വ്യത്യസ്തനാണ്. അവൻ തികഞ്ഞ തത്വചിന്ത, അസിന്ത ഭേദം, ഒരേ സമയം ഏകവും വ്യത്യസ്തവുമാണ്. ഈ മനുഷ്യൻ പരമദേവൻ വിഷ്ണുവാണ് ഇന്ത്യക്കാരൻ. പക്ഷേ ഞങ്ങൾ പരമദേവനായ ഭഗവാൻ ശിവനെ കണക്കാക്കുന്നു. കാരണം ഞങ്ങൾ പ്രബോധ. പക്ഷേ നിങ്ങളുടെ അറിവില്ലായ്മയാണ്. തൈരും പാലും തമ്മിൽ വ്യത്യാസമില്ലെന്ന് ഞാൻ ഇതിനകം വിശദീകരിച്ചിട്ടുണ്ട്. അത് പാലാണ്, പക്ഷേ ഇപ്പോഴും പാലല്ല. നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കണം. ഭഗവാൻ ശിവൻ വിഷ്ണുവിൽ നിന്നും വ്യത്യസ്തനല്ല, പക്ഷേ അദ്ദേഹം ഇപ്പോഴും വിഷ്ണുവല്ല. ഇന്ത്യക്കാരൻ പക്ഷേ നമ്മൾ ആദ്യം ശിവന് പ്രാർത്ഥന അർപ്പിക്കണോ? അങ്ങനെ ചെയ്യാം, ഒരു ദോഷവുമില്ല. ഭഗവാൻ ശിവനെ മഹാദേവൻ എന്ന് വിളിക്കുന്നു. ദേവഗണങ്ങൾക്കിടയിൽ അവൻ തന്നെയാണ് തലവൻ. അതിനാൽ നിങ്ങൾ ഭഗവാൻ ശിവനെ ആരാധിക്കുകയാണെങ്കിൽ ഞങ്ങൾ ശിവനെ ആരാധിക്കുന്നു. ശിവനെ ഞങ്ങൾ നിന്ദിക്കുന്നു എന്നല്ല, ഭഗവാൻ ശിവനോട് ഞങ്ങളുടെ ബഹുമാനം അറിയിക്കുന്നു. എന്നാൽ അതിനർത്ഥം അവൻ പരമോന്നത കർത്താവാണെന്ന് അർത്ഥമാക്കുന്നില്ല. ഇന്ത്യക്കാരൻ അതാണ് വ്യത്യാസം സ്വാമിജി. പ്രഭുവാദ് വ്യത്യാസം ഞാൻ ഇതിനകം വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഇന്ത്യക്കാരൻ ഇല്ല, നമ്മൾ ആദ്യം ശിവനോട് പ്രാർത്ഥിക്കുന്നു, പിന്നെ കൃഷ്ണനോട് പ്രാർത്ഥിക്കുന്നു. പ്രഭുവാദ് അങ്ങനെ ചെയ്യുക ഒരു ദോഷവുമില്ല. എന്നാൽ ആരാണ് ശിവൻ, ആരാണ് വിഷ്ണു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഭഗവാൻ ശിവന് ആദ്യം പ്രാർത്ഥന നടത്തിയാൽ ആരും ദൂഷിക്കുകയില്ല. അതാണ് നല്ലത്. അവൻ വൈഷ്ണവനാം യഥാം ശംഭു. അവൻ നമ്മുടെ ആത്മീയ ഗുരുവാണ്. അവൻ വൈഷ്ണവനാണ്. എന്തുകൊണ്ട് അവനോട് ആദ്യം ബഹുമാനം അർപ്പിച്ചുകൂടാ? പക്ഷേ നിങ്ങൾ ഭഗവാൻ ശിവനെ പരമോന്നതനായി സ്വീകരിച്ചാൽ അത് അപമാനമാണ്. നിങ്ങൾ എനിക്ക് ആത്മീയ ഗുരുവായി ബഹുമാനം നൽകുന്നു, പക്ഷേ നിങ്ങൾ എനിക്ക് അമിതമായി വിലയിരുത്തുമെങ്കിൽ നീ ലോകത്തിൻ്റെ രാജാവാണ് എന്ന് അത് അപമാനമാണ്. അത് പ്രാർത്ഥനയല്ല. എനിക്ക് അനുയോജ്യമാകുന്നത് പോലെ നിങ്ങൾ എനിക്ക് പ്രാർത്ഥന അർപ്പിച്ചാൽ എല്ലാം ശരിയാണ്. എന്നാൽ എനിക്ക് അനുയോജ്യമില്ലാത്തതിന് നിങ്ങൾ എനിക്ക് പ്രാർത്ഥന നൽകിയാൽ അത് അപമാനമാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് നിലപാട് എന്നറിയണം. ഭഗവാൻ ശിവൻ ഒരു വൈഷ്ണവനാണ്. അവൻ ഏറ്റവും വലിയ ഭക്തനാണ്. അവൻ 1-ാം നമ്പർ ദേവനാണ്. എല്ലാം ശരിയാണ്. എന്നാൽ അവൻ പരമോന്നതനാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ അവൻ അപമാനിക്കുന്നതായി തോന്നും. ഈ അർത്ഥശൂന്യമായ വാക്ക് എന്താണ്? അങ്ങനെ അവനെ അപമാനിക്കരുത്. അത് നിങ്ങളുടെ ക്രെഡിറ്റിനെതിരായിരിക്കും. അവനത് ഇഷ്ടമല്ല. എന്താണ് കാര്യം? ഇന്നത്തെ ഭൂരിഭാഗം സാധുക്കളും മതനേതാക്കളും ഉൾപ്പെടെ ആളുകൾ ദൈവം അല്ലെങ്കിൽ ഭഗവാൻ എന്താണ്, അർദ്ധദേവതകൾ അല്ലെങ്കിൽ ദേവതകൾ എന്താണ് എന്നതിനെക്കുറിച്ച് അവ്യക്തമായ ഒരു ധാരണമില്ല. എല്ലാ വേദ സാഹിത്യങ്ങളും സമാഹരിച്ച വ്യാസദേവൻ്റെ പിതാവും മഹാനുമായ പരാശരമുനി ദൈവത്തെ നിർവചനം നൽകി. ഐശ്വര്യസ്യ സമഗ്രസ്യ വീരസ്യ യശസഃ ശ്രേയഃ ജ്ഞാന വൈരാഗ്യേ ചൈവ സന്നം ഭാഗ ഇതി ഘന. വിഷ്ണു പുരാണം. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ പൂർണ്ണശക്തി, പ്രശക്തി, സമ്പത്ത്, അറിവ്, സൗന്ദര്യം, ത്യാഗം എന്നിവയുള്ള 6 സൗന്ദര്യങ്ങളിൽ നിറഞ്ഞിരിക്കുന്നതായി പരാശരി മുനി നിർവചിച്ചിരിക്കുന്നു. ദേവതകൾ അഥവാ ദേവന്മാർ പരമാത്മാവിൻ്റെ അഥവാ ഭഗവാന്റെ നിയുക്ത പ്രതിനിധികളാണ്. ദേവന്മാരിൽ പ്രധാനി എന്നർത്ഥം വരുന്ന മഹാദേവൻ എന്നാണ് ശിവനെ വിളിക്കുന്നത്. ശിവനെയോ മറ്റു ദേവന്മാരെയോ ഭഗവാൻ എന്ന് അതിസംബോധന ചെയ്യുമ്പോൾ അവർ ഒരു തരത്തിൽ പരമാത്മാവിൻ്റെ വികാസങ്ങളോ ഭാഗങ്ങളോ ആണെന്ന് മനസ്സിലാക്കണം. ഈശ്വരൻ അല്ലെങ്കിൽ ഈശ്വരൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഒരു നിയന്താവ് എന്നതിനാൽ നാം എല്ലാവരും ഈശ്വരന്മാരാണെന്ന് പറയാൻ കഴിയും. നമ്മളെല്ലാം നമ്മുടെ സ്വയം ചെറിയ ലോകത്തിൻ്റെ നിയന്ത്രണത്തിൽ കണക്കാക്കാം. പക്ഷേ മറ്റു ഉയർന്ന ജീവികളാലും നാം നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് തിരുവെഴുത്തുകൾ പരമേശ്വരനെക്കുറിച്ച് സംസാരിക്കുന്നത്. മറ്റാരാലും നിയന്ത്രിക്കപ്പെടാത്ത പരമോന്നത നിയന്താവ് എന്നർത്ഥം. ഈ കാര്യത്തിൽ വേദസംഹിതകൾ സൂക്ഷ്മമായി പഠിച്ചിട്ടുള്ളവർക്ക് ഭഗവാൻ വിഷ്ണുവിൻ്റെ ഒരു വികാസമാണെന്നതിൽ സംശയമില്ല. ഭൗതിക പ്രകൃതിയെ കൈകാര്യം ചെയ്യുന്നതിനായി ഭഗവാൻ ശിവൻ്റെ രൂപം സ്വീകരിക്കുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഭഗവാൻ വിഷ്ണുവാണ് ശിവനായി വികസിക്കുന്നത്, മറിച്ചല്ല. അത് ഭഗവാൻ വിഷ്ണുവിനും ശിവനും തമ്മിലുള്ള വ്യത്യാസം കാണിക്കുന്നു. ബ്രഹ്മസംഹിത പാലുമായും തൈരുമായും അവയുടെ സ്ഥാനങ്ങളുമായി യഥാക്രമം താരതമ്യം ചെയ്യുന്നു. പാൽ തൈരായി മാറാൻ കഴിയും, പക്ഷേ തൈര് പാലായി മാറാൻ കഴിയില്ല. പാൽ തൈരിൻ്റെ ഉറവിടമായിരിക്കുന്നത് പോലെ ഭഗവാൻ വിഷ്ണു ശിവൻ്റെ നിത്യത്വത്തിനുള്ള നേരിട്ടുള്ള കാരണക്കാരാണ്. ശിവൻ ഒരു സാധാരണ ജീവനുമല്ല, ഒരു സാധാരണ ദേവനുമല്ല. അദ്ദേഹം സ്വന്തം നിലനിൽപ്പിൻ്റെ വിഭാഗത്തിലാണ് ശിവതത്വം എന്നറിയപ്പെടുന്നത്. അവൻ ഏതാണ്ട് വിഷ്ണുവിൻ്റെ തലത്തിലാണ്. പക്ഷേ ഭൗതിക പ്രകൃതിയുമായി ഇടപെടൽ കാരണം അവനെ ഭഗവാന്റെ വിഭാഗമായ വിഷ്ണുതത്വമായി കണക്കാക്കുന്നില്ല. സാർവത്രിക മാനേജ്മെൻറ്റിൻ്റെ ആദ്യ തലത്തിൽ 3 എക്സിക്യൂട്ടീവ് തലങ്ങൾ ഉൾപ്പെടുന്നു: ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ. ഓരോരുത്തരും വളരെ ശക്തരായ ഒരു നിയന്ത്രകരാണ്. കാരണം അവർക്ക് വേദസാഹിത്യത്തിൽ തുല്യ പദവി നൽകിയിട്ടുണ്ട്. പാശ്ചാത്യ പണ്ഡിതന്മാർ ഹിന്ദു തത്വം എന്ന് തെറ്റായി വിളിക്കുന്നു. ശ്രീമദ് ഭാഗവതം വിഷ്ണു ദൈവമാണെന്നും കൃഷ്ണൻ്റെ പൂർണ്ണമായ വികാസമാണെന്നും വിശദീകരിക്കുന്നു. അതേസമയം ബ്രഹ്മാവ് ഒരു പരിമിത ആത്മാവാണ്. ശിവൻ ദൈവത്തേക്കാൾ അല്പം കുറവാണെങ്കിലും സ്വന്തം വിഭാഗത്തിലാണ്. ബ്രഹ്മാവും ശിവനും വിഷ്ണുവിൻ്റെ സേവകരാണ്.
സാർവത്രിക പ്രവർത്തനങ്ങൾക്കായി അവനാൽ അധികാരം ലഭിച്ചിരിക്കുന്നു. ഈ ശക്തരായ കൺട്രോളർമാരുടെ കീഴിൽ പ്രവർത്തിക്കുന്നത് സാർവത്രിക കടമകൾ നിറവേറ്റാൻ അധികാരമുള്ള നിരവധി ഡെമിഗോഡുകൾ അല്ലെങ്കിൽ ദേവന്മാരാണ്. ഒരു നഗര ഗവൺമെൻറ്റിനുള്ളിലെ വകുപ്പുകൾ ജലത്തിൻ്റെയും വൈദ്യുതിയുടെയും വിതരണം കൈകാര്യം ചെയ്യുന്നതിനാൽ ദേവതകൾ ഭൗതിക ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നു. ദേവന്മാരെ ദൈവമായി തെറ്റിദ്ധരിക്കരുത്. നാം അവരോട് കടപ്പെട്ടവരാണ്, പക്ഷേ അവർ ദൈവത്തിൻ്റെ സ്വന്തം ശക്തി ഉപയോഗിച്ച് ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു. അവനെ ആരാധിച്ചുകൊണ്ട് നമുക്ക് അവരോടുള്ള കടപ്പാട് നിറവേറ്റാം. കൃഷ്ണനെ തൃപ്തിപ്പെടുത്തുന്നതിലൂടെ അവൻ്റെ എല്ലാ ദാസന്മാരും തൃപ്തരാകുന്നു. എന്നിരുന്നാലും ശൈവന്മാർ ശിവനെ ഏറ്റവും വലിയ ഭക്തനായി മാത്രമല്ല ദൈവം തന്നെയാണെന്ന് കാണാൻ പ്രവണത കാണിക്കുന്നു. ഇതിന് തിരുവെഴുത്തുകളിൽ ചില അടിസ്ഥാനങ്ങളുണ്ട്. ഭാഗവതത്തിൽ ഭഗവാൻ വിഷ്ണു തന്നെ പറയുന്നു, ബ്രഹ്മ ഭഗവാൻ ശിവൻ ഭൗതിക പ്രകടനത്തിൻ്റെ പരമോന്നത കാരണം ഞാനാണ്. ഞാൻ പരമാത്മാവാണ്, സ്വയം പര്യാപ്തനായ സാക്ഷിയാണ്. എന്നാൽ വ്യക്തിപരമായി ബ്രഹ്മാവ്, ഭഗവാൻ, ശിവൻ, ഞാൻ എന്നിവർക്കിടയിൽ വ്യത്യാസമില്ല. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ 3 ദിവ്യ തത്വങ്ങളും ഒന്നാണ്. കാരണം അവയെല്ലാം അവതാരങ്ങളാണ്, അല്ലെങ്കിൽ പരമോന്നതത്തിൻ്റെ പിൻഗാമികളാണ്. ഭൗതിക ലോകത്തിൻ്റെ സൃഷ്ടി, പരിപാലനം, ഉന്മൂലനം എന്നിവയ്ക്കായി ഈ സന്ദർഭത്തിൽ അവ അവതാരങ്ങൾ എന്നറിയപ്പെടുന്നു. കൂടാതെ അഭിനിവേശം സ്രഷ്ടാവായ ബ്രഹ്മാവ് അടക്കം ഉൾക്കൊള്ളുന്നു. നന്മ പരിപാലകനായ വിഷ്ണു ഉൾക്കൊള്ളുന്നു. സംഹാരകനായ ശിവൻ ഉൾക്കൊള്ളുന്നു. എന്നിവയുടെ രീതികളെ അവ നയിക്കുന്നു. ഈ 3 അവതാരങ്ങളും ഒരേ ദൈവത്തിൻ്റെ വശങ്ങളായി കണക്കാക്കുന്നു. മഹാഭാരതവും അനുശാസന പർവ്വം പറയുന്നത് വിഷ്ണുവും ശിവനും വ്യത്യസ്തരല്ലെന്നും പരമ്പരാഗതമായി ശിവനുമായി ബന്ധപ്പെട്ട നാമങ്ങളായ ശിവൻ, സർവസ്ഥാനു, ഈശാന, രുദ്രൻ എന്നിവ പോലും ഉൾപ്പെടുന്നു. വിഷ്ണുവിൻ്റെ ആയിരക്കണക്കിന് നാമങ്ങളിൽ ശിവനും പരമോന്നത കർത്താവിനും ഇടയിലുള്ള അത്തരത്തിലൊരു തിരിച്ചറിയൽ വേദസാഹിത്യത്തിൽ പരാമർശിച്ചിരിക്കുന്ന എല്ലാ ദേവന്മാരും ഒന്നാണെന്ന സമകാലിക ഹിന്ദു മത ആശയത്തിന് പ്രാധാന്യം നൽകുന്നു. എന്നാൽ തിരുവെഴുത്തുകളെക്കുറിച്ചുള്ള സൂക്ഷ്മ പഠനം കാണിക്കുന്നത് ശിവനെ വിഷ്ണുവിൽ നിന്നും വ്യത്യസ്തനായി കാണാൻ കാരണമുണ്ടെങ്കിലും അവയ്ക്കിടയിൽ ശക്തമായി വേർതിരിക്കാനുള്ള കാരണമുണ്ട്. വൈഷ്ണവരും ശൈവരും ഉൾപ്പെടെ ഇന്ത്യയിലെ മിക്കവാറും എല്ലാ വിഭാഗങ്ങളിലും ട്രാൻസ്ജെൻഡറുകളിലും അംഗീകരിച്ച ഭഗവത്ഗീത അനുസരിച്ച് വിഷ്ണു ആണ് പരമദൈവം. ശിവൻ പോലും അവനെ വണങ്ങണം. ഇത് അഭിപ്രായങ്ങളുടെ വിഭാഗീയ വിധിയുടെ കാര്യമല്ല. എല്ലാ ഭൗതികവും ആത്മീയവുമായ ലോകങ്ങളുടെയും ഉറവിടമായി കൃഷ്ണൻ സ്വയം തിരിച്ചറിയുന്നു. കൃഷ്ണൻ തീർച്ചയായും പരമോന്നതനാണെന്ന് അർജുനൻ സ്ഥിരീകരിക്കുന്നു. കൃഷ്ണൻ എല്ലാ ദേവന്മാരുടെയും ദേവനാണ്. പുരാണങ്ങളിൽ നിന്നുള്ള എണ്ണമറ്റ സംഭവങ്ങളിൽ ശിവൻ വിഷ്ണുവിൻ്റെ ഭക്തനാണെന്ന് വ്യക്തമായി കാണാം. ഉദാഹരണത്തിന് കഠിനമായ തപസ്സുകൾ അനുഷ്ഠിക്കുകയും പിന്നീട് ശിവനോട് ഒരു വരം ചോദിക്കുകയും ചെയ്ത ഒരു അസുരൻ്റെ കഥയുണ്ട്. ആ സ്പർശിച്ചാൽ മാത്രമേ കൊല്ലാൻ കഴിയുകയുള്ളൂ എന്ന ശക്തി ശിവൻ ആ അസുരന് നൽകി. പക്ഷേ താമസിയാതെ അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിൽ ഖേദിച്ചു. കാരണം പുതുതായി സ്ഥാപിച്ച ശക്തി പരിശീലിക്കാൻ അദ്ദേഹത്തിന് പിന്നാലെ ആ അസുരൻ വന്നു. ശക്തിമാനായ ഭക്തനിൽ നിന്ന് രക്ഷപ്പെടാൻ ഭഗവാൻ ശിവൻ പ്രപഞ്ചത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഓടി. ഒടുവിൽ വിഷ്ണു രാജ്യത്തിൻ്റെ വാതിലിൽ അവസാനിച്ചു. ബ്രഹ്മാവിനേക്കാൾ ശ്രേഷ്ഠനാണ് ശിവൻ. അവൻ ഒരു ശക്തിയേറിയ ആത്മാവാണ്. എന്നാൽ ശിവൻ വിഷ്ണുവിൻ്റെ അതേ തലത്തിലല്ല. അതുകൊണ്ടാണ് ശിവൻ ശിവതത്വം എന്നറിയപ്പെടുന്ന സ്വന്തം വിഭാഗത്തിന് അർഹതയുള്ള ഒരു അതുല്യ ജീവിയാണെന്ന് പറയപ്പെടുന്നത്. ഭഗവാൻ ശിവൻ്റെ സ്ഥാനം വ്യക്തമാക്കുന്നതിന് ബ്രഹ്മസംഹിത ഒരു സാമ്യം നൽകുന്നു. പാൽ ആസിഡിലൂടെ തൈരായി രൂപാന്തരപ്പെടുമ്പോൾ തൈര് പാലിൽ നിന്നും വ്യത്യസ്തനല്ല. സംഹാരകർമ്മം നിർവഹിക്കുന്നതിനുള്ള രൂപാന്തരമായ ആദിമ ഭഗവാൻ ഗോവിന്ദനെ, കൃഷ്ണനെ ഞാൻ ആരാധിക്കുന്നു. പാലും തൈരും ആവശ്യം വ്യത്യസ്തമല്ലെങ്കിലും തൈര് പാലിൽ നിന്നുള്ള ഉൽപ്പന്നമാണ്. പാലുപയോഗിച്ച് നെയ്യ്, ചീസ്, ഐസ്ക്രീം, തൈര് എന്നിവ ഉണ്ടാക്കാം. പക്ഷേ തൈരിനെ പാലാക്കി മാറ്റാൻ കഴിയില്ല. അപ്പോൾ ശിവൻ്റെ ദിവ്യത്വം വിഷ്ണുവുമായുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധവുമായി അടുത്ത ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് വ്യക്തമാണ്. ശില പ്രഭുപാദ് ഇങ്ങനെ അഭിപ്രായപ്പെടുന്നു: ഭഗവാൻ ശിവൻ പ്രധാനമാണ്, കാരണം അവൻ തൻ്റെ തലയിൽ വിശുദ്ധ ഗംഗാജലം പിടിച്ചിരിക്കുന്നു. അത് ഭഗവാൻ വിഷ്ണുവിൻ്റെ പാദങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. ശിവാരാധനയുടെ മറ്റു രൂപങ്ങളിലുമുണ്ട്, എന്നാൽ ഏക അംഗീകൃത രൂപം രുദ്ര സമ്പ്രദായത്തിൽ വരുന്നു. വിഷ്ണു സ്വാമി സമ്പ്രദായം എന്നും അറിയപ്പെടുന്നു. ശിവനെ ഏറ്റവും വലിയ വിഷ്ണു ഭക്തനായി ആരാധിക്കുന്ന അംഗീകൃത വൈഷ്ണവ പരമ്പര. അതിൻ്റെ അനുയായികൾ പറയുന്നത് ആത്യന്തിക വിമോചനം വിഷ്ണുവിനോടുള്ള ഭക്തിയിൽ നിന്നാണ് വരുന്നതെന്ന്. ശിവൻ എങ്ങനെ പരിപൂർണ ഭക്തനാണെന്ന് കാണിച്ചു തന്നു എന്നാണ് അവർ പറയുന്നത്. ശിവൻ പോലും വിഷ്ണുവിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമേ ഒരാൾക്ക് പരമോന്നത ലക്ഷ്യം കൈവരിക്കാൻ കഴിയൂ എന്ന് സ്ഥിരീകരിക്കുന്നു. ഭഗവാൻ ശിവൻ പറയുന്നു: മുക്തിപ്രദാത സർവേശം വിഷ്ണുർ ഏവന സംശയാഃ. വിഷ്ണു എല്ലാവർക്കും മോചനം നൽകുന്നതാണെങ്കിൽ സംശയമില്ല. ശീല പ്രഭുപാദ് മുൻ ആചാര്യന്മാരുടെയും കാരണമില്ലാത്ത കാരുണ്യം കൊണ്ടാണ് ഇന്ന് നമുക്ക് ഭഗവാൻ ശിവൻ്റെ യഥാർത്ഥ സ്ഥാനം മനസ്സിലാക്കാനും അതനുസരിച്ച് അദ്ദേഹത്തിന് നന്ദി അർപ്പിക്കാനും കഴിയുന്നത്. അജ്ഞതയുടെ ഗുണത്തിൻ്റെ ചുമതല വഹിക്കുന്ന ഭഗവാൻ ശിവൻ എല്ലാ ജീവജാലങ്ങളിലും വ്യാജ അഹങ്കാരത്തിൻ്റെ അധിപനുമാണ്.
അതിനാൽ ഭഗവാൻ ശിവന്റെ കാരുണ്യത്താൽ ഒരാൾക്ക് ഒടുവിൽ വ്യാജാഹങ്കാരത്തിൻ്റെ പിടിയിൽ നിന്നും മോചനം നേടാനും പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പാദകമലങ്ങളിൽ അഭയം നേടാനും കഴിയും. വേദപരിജ്ഞാനം പരിമിതമായവർ മാത്രമേ ഭഗവാൻ വിഷ്ണുവിൻ്റെ ഗുരുവാണോ അതോ മറിച്ചാണോ എന്ന കാര്യത്തിൽ വാദിക്കുന്നുള്ളൂ. ഭഗവാൻ വിഷ്ണുവിൻ്റെ ഗുരുവല്ലാത്തതിനാൽ ശിവൻ ഒരിക്കലും ഭഗവാൻ വിഷ്ണുവിൻ്റെ ഗുരുവാണെന്ന് അവകാശപ്പെടുന്നില്ല. മറുവശത്ത് ആദിമ വിഷ്ണുവായ ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ താൻ എല്ലാത്തിൻ്റെയും ഗുരുവാണെന്നും തന്നേക്കാൾ ശ്രേഷ്ഠനായി മറ്റു ആരുമില്ല എന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവൻ അങ്ങനെയായതുകൊണ്ട് തന്നെ അങ്ങനെ പറഞ്ഞതെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഹേ ധനം ജയിച്ചവനെ അർജുന, എന്നേക്കാൾ ശ്രേഷ്ഠമായ ഒരു സത്യമില്ല. മുത്തുകൾ ഒരു നൂലിൽ കോർത്തിരിക്കുന്ന പോലെ എല്ലാം എന്നിൽ അധിഷ്ഠിതമാണ്. വീണ്ടും ആരാണ് തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്നതല്ല, അത്തരം ശ്രേണി മനസ്സിലാക്കുന്നത് അസ്ഥാനത്തല്ലെങ്കിലും ഭഗവാൻ ശിവൻ തന്നെ പഠിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തെ ബഹുമാനിക്കുന്ന ശാസ്ത്രമാണിത്. വിഷ്ണു ഭക്തിയുടെ ശാസ്ത്രം പഠിപ്പിക്കുന്ന 4 സത്യസന്ധമായ കഴിവുകളിൽ ഒന്നിൻ്റെ അല്ലെങ്കിൽ ആചാരങ്ങളുടെ യഥാർത്ഥ ആത്മീയ ഗുരുവാണ് ഭഗവാൻ ശിവൻ. ഇത് രുദ്രസമ്പ്രദായം എന്നാണ് അറിയപ്പെടുന്നത്. മറ്റു 3 ബ്രഹ്മസമ്പ്രദായം, ലക്ഷ്മി സമ്പ്രദായം, കുമാര സമ്പ്രദായം എന്നിവയിൽ നിന്നുള്ളതാണ്. പരമകാരുണികനായ ഭഗവാൻ ശിവൻ അശുതോഷ് എന്നും ശംഭു എന്നും അറിയപ്പെടുന്നു. എല്ലാ ബദ്ധാത്മാക്കൾക്കും ഭഗവത്ക്ഷേമം വളർത്തിയെടുക്കാൻ വേണ്ടി അവൻ അവരിലും കരുണ ചൊരിയട്ടെ.